മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് വേറെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം കൂടി പറയാം നമുക്ക്. പ്രോബ്ലം 2. നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനാണിത്. ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷൻ തന്നെയാണ് ഞാൻ ചെയ്തത് ഇതിന് മുന്നേ. അപ്പോൾ അതിനകത്ത് പോയിൻറ്റ് P is equal to -2, 6, 3 ഇതാണ് പോയിൻറ്റ് P. ആൻഡ് വെക്റ്റർ A is equal to y(ax) plus x plus z ay. ഇതാണ് വെക്റ്റർ express P and A in cylindrical spherical coordinates. ഇവിടെ നമുക്ക് പോയിൻറ്റ് Pയും വെക്റ്റർ Aയും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലും എക്സ്പ്രസ് ചെയ്യണം. ഇനി ഇവാലുവേറ്റ് P at A. ഇവാലുവേറ്റ് A at P. A at P ആണ് ഇൻ കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ ആൻഡ് സ്ഫെറിക്കൽ സിസ്റ്റംസ്. അതായത് നമ്മളെ എന്താണ് വെക്റ്റർ എൻ്റെ വാല്യൂ P എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. P എന്ന് പറയുന്ന പോയിന്റിൽ എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും, അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലും, സ്ഫെറിക്കൽ കോർഡിനേറ്റിലും. ഇത് ടെക്സ്റ്റിലുള്ള സൊല്യൂഷൻ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് തന്നെയാണ് എല്ലാത്തിൻ്റെയും മെത്തേഡ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് പ്രോബ്ലം ഇതിന് മുന്നേ ചോദിച്ചതാണ്. ഈ ടെക്സ്റ്റിലെ സെയിം പ്രോബ്ലം തന്നെ ചോദിച്ചതാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് സീരിയസ് ആയിട്ട് തന്നെ നോക്കണം. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു പോയിൻറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നതാണ്, ഒരു പോയിൻറ്റിനെ നമ്മൾ കാർട്ടീഷ്യനിലുള്ള ഒരു പോയിൻറ്റിനെ നമ്മൾ സിലിണ്ടറിക്കലിലേക്ക് മാറ്റും. സിലിണ്ടറിക്കൽ അഗെയിൻ കാർട്ടീഷ്യനിലുള്ള പോയിന്റ് നമ്മൾ സ്ഫെറിക്കലിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഇതിന് മുന്നത്തെ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോബ്ലം ചെയ്തിട്ടില്ല. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അതൊന്ന് നോക്കണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്താണ്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. എക്സാമിന് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക. ഇവിടെ നമുക്ക് പോയിൻ്റ് തന്നിട്ടുണ്ട്, വെക്റ്റർ തന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമുക്ക് പോയിൻ്റ് P തന്നെ അല്ലേ. പോയിൻ്റ് Pൻ്റെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റത്തെ എലമെൻ്റ് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. സെക്കൻഡ് y, തേർഡ് z ആയിരിക്കും. അതാണ് x is equal to -2, y is equal to 6, z is equal to 3 എന്ന് എടുത്തെഴുതി. ഇനി അടുത്തത് റോൻ്റെ ഇക്വേഷൻ. നമ്മൾ സിലിണ്ടറിക്കലിലോട്ടാണ് മാറ്റുന്നത്. ഞാൻ സിലിണ്ടറിക്കലിന് എഴുതിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ. അപ്പോൾ റോ ഇസ് ഈക്വൽ ടു x² + y², റൂട്ട് അത് കണ്ടുപിടിച്ചു. ഫൈയുടെ ഇക്വേഷൻ tan ഇൻവേഴ്സ് y/x അതും കണ്ടുപിടിച്ചു. ജസ്റ്റ് ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. z 3 തന്നെ. ഇനി നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിന് വേണ്ടിയിട്ട് x² + y² + z² ആണ് r എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ. √x² + y² + z² ആണ് ആറിൻ്റെ ഇക്വേഷൻ. അത് കണ്ടുപിടിച്ചു. ഈ തീറ്റയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. തീറ്റയും കണ്ടുപിടിച്ചു. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. ഈ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓരോ കൺവേർഷൻ്റെ അകത്തും അല്ലേ. നമ്മൾ സ്ഫെറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്, തീറ്റേൻ്റെ ഇക്വേഷൻ. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് പോയിൻ്റ് കിട്ടി. ഓരോ കോർഡിനേറ്റ്സിലേക്കും പോയിൻ്റ് കിട്ടി. ഇത് കാർട്ടീഷ്യനിലെ പോയിൻ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടറിക്കലിലെ പോയിൻ്റ്, അത് കഴിഞ്ഞിട്ട് സ്ഫെറിക്കലിലെ പോയിൻ്റ്, 3 കിട്ടി. ഈ പ്രോബ്ലം നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ നോട്ടിൽ. ഇനി നമുക്കൊരു വെക്റ്ററിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് കാർട്ടീഷ്യനിലുള്ളൊരു വെക്റ്ററാണ്. ആ വെക്റ്ററിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. വെക്റ്ററിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസിഷൻ മെട്രിക്സ് പഠിച്ചിട്ടുണ്ട്. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ. കാർട്ടീഷ്യനിലാണ് ഇതുള്ളത് അല്ലേ, എക്സും വൈ എല്ലാം ഉള്ളത്. അപ്പോൾ കാർട്ടീഷ്യനിലുള്ള വെക്റ്ററിനെ നമ്മൾ സിലിണ്ടറിക്കലിലുള്ള വെക്റ്ററാക്കിയിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനകത്ത് AX കണ്ടുപിടിക്കണം. AX എന്ന് പറയുന്ന കോമ്പണൻ്റ് ഏതാണ്, സ്മോൾ AXൻ്റെ കൂടെയുള്ള ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ AX എന്ന് പറയാം. സ്മോൾ AXൻ്റെ കൂടെയുള്ള കോമ്പണൻ്റ് ഏതാണോ അതിനെയാണ്
ക്യാപിറ്റൽ AX എന്ന് പറയാം. അപ്പോൾ ഇതെന്താണ്, കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ അറ്റ് പോയിൻ്റ് Pയിലുള്ള വെക്റ്ററിൻ്റെ വാല്യൂ ആണ്. അറ്റ് പോയിൻ്റ് Pയിലുള്ള വാല്യൂ ആണ് ഇത്. നമ്മൾ വെക്റ്റർ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ്റെ ആദ്യം തന്നിട്ടുണ്ട് വെക്റ്റർ. ഇതാണ് വെക്റ്റർ. ഇതാണ് ഈ വെക്റ്ററിൻ്റെ പോയിൻ്റ് Pയിലുള്ള വാല്യൂ ആണ് ഇത്. അപ്പോൾ നമ്മൾക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടത് വെക്റ്ററിനെ തന്നെയാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വെക്റ്ററിൻ്റെ വാല്യൂ എടുക്കുക. അതായത് ഈ സ്മോൾ AXൻ്റെ കൂടെയുള്ള വാല്യൂ അതാണ് AX, അതായത് Y. പിന്നെ AYയുടെ കൂടെയുള്ള വാല്യൂ X+Z, അതാണ് ക്യാപിറ്റൽ AY. X+Z ആണ് ക്യാപിറ്റൽ AY. അതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. AX = Y ആൻഡ് AY = X+Z. AZന് അവിടെ കോമ്പണൻ്റ് ഇല്ല. AZ = 0. അപ്പോൾ എങ്ങനെയാണിത് കിട്ടിയതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വെക്റ്ററിൻ്റെ അകത്ത് സ്മോൾ AXന് കൂടെയുള്ള കോമ്പണൻറ്റ്, സ്മോൾ AYയുടെ കൂടെയുള്ള കോമ്പണൻറ്റ്, സ്മോൾ AZ ഇല്ല, അതുകൊണ്ട് 0. നമുക്ക് ഈ ട്രാൻസിഷൻ മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസിഷൻ മെട്രിക്സിൻ്റെ അകത്ത് AX, AY, AZ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. A row = Y cos phi plus XZ cos theta. അപ്പോൾ ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഫസ്റ്റ് റോ ഇൻറ്റു ദിസ് കോളം, സെക്കൻഡ് A5 = സെക്കൻഡ് റോ ഇൻറ്റു ഈ കോളം, തേർഡ് AZ = തേർഡ് റോ ഇൻറ്റു ഈ കോളം. AZ ഇവിടെ 0 ആണ് കിട്ടുന്നത്. A5ക്കും A റോയിനും വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി A റോ, A5, AZ വെച്ചിട്ട് നമുക്ക് എന്താ എഴുതാം? സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലെ വെക്റ്റർ എഴുതാം. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലെ വെക്റ്ററാണ് ഈ എഴുതിയിട്ടുള്ളത്. A5ക്ക് പകരം നമ്മൾ അവിടെ കിട്ടിയിട്ടുള്ള A5 എഴുതി, A റോന് പകരം കിട്ടിയിട്ടുള്ള A റോ എഴുതി. ഇതിന് മുന്നേ നമുക്ക് ഇവിടെ എന്തുണ്ട്? X, Y എല്ലാം ഉണ്ട് അല്ലേ? Xും Zും Y എല്ലാം ഉണ്ട്. അതിനൊക്കെ എന്തിലോട്ടേക്ക് മാറ്റണം? Xും Yയും Zും ഉണ്ടാവാൻ പാടുണ്ടോ? സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ Xും Yയും ഇല്ലല്ലോ, Z മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ Xനും Yക്കും പകരമായിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? Xനും Yക്കും പകരമായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ള Xനും Yക്കും പകരമായിട്ട് ഇവിടെ Y ഉണ്ട്, ഇവിടെ Xും ഉണ്ട്. അപ്പോൾ Xനും Yക്കും പകരമായിട്ട് നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലെ ഇക്വലൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇതാ റോ കോസ് ഫൈ Y = റോ സൈൻ ഫൈ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ Xും Yയും എല്ലാം ഒഴിവായി ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. X എവിടെ ഉണ്ടെങ്കിലും അതിന് റോ കോസ് ഫൈയും, Y എവിടെ ഉണ്ടെങ്കിലും റോ സൈൻ ഫൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം അറ്റ് പോയിൻ്റ് Pയിലുള്ള ഈ വെക്റ്ററിൻ്റെ വാല്യൂ. അപ്പോൾ റോന് പകരം നമ്മൾ എന്ത് കൊടുക്കും? √40 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പോയിൻ്റ് Pയിലത്തെ റോ √40 ആണ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോയിൻ്റ് Pയിലത്തെ ഫൈ അല്ലെങ്കിൽ ടാൻ തീറ്റ = 6/-2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അന്ന് കോസ് തീറ്റയും, അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടും. അതിൻ്റെ അന്ന് കോസ് തീറ്റ, സൈൻ തീറ്റ ഒക്കെ കണ്ടുപിടിച്ച് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള വാല്യൂ കിട്ടും. അപ്പോൾ അറ്റ് പോയിൻ്റ് Pയിലത്തെ വാല്യൂ ആണ് ഈ കണ്ടുപിടിച്ചിട്ടുള്ള ജസ്റ്റ് ആ ഇക്വേഷനിൽ എല്ലാ ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇക്വേഷൻ കുറച്ച് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്നാലും ഇത് നേരെ മേലെയുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സ്ഫെറിക്കൽ സിസ്റ്റത്തിൽ
സെയിം പ്രൊസീജിയർ പക്ഷേ ട്രാൻസിഷൻ മെട്രിക്സ് മാറും. ഈ ട്രാൻസിഷൻ മെട്രിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ടത്. ട്രാൻസിഷൻ മെട്രിക്സ് ബൈ ഹാർട്ട് പഠിക്കുക. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ AX AY AZ ഇല്ല 0. നമുക്ക് AR കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, A തീറ്റ കിട്ടാൻ വേണ്ടി ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഇൻറ്റു കോളം, A5 കിട്ടാൻ വേണ്ടി തേർഡ് റോ ഇൻറ്റു കോളം. നമുക്ക് എല്ലാത്തിനും വാല്യൂസ് കിട്ടി. ഇനി ഇതിനകത്തുള്ള എക്സിനെയും സെഡിനെയും ഫൈനെയും എലിമിനേറ്റ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് സ്ഫെറിക്കൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ റോ ഇല്ല അല്ലേ. അപ്പോൾ റോന് പകരം R sin തീറ്റയാണ്. R sin തീറ്റ cos phi, phi R sin തീറ്റ sin phi, Z R cos തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലെ വെക്ടറായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആറിന് വാല്യൂ കൊടുക്കണം, ടാൻ തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കണം, ടാൻ തീറ്റൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ടാൻ ഫൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടാൻ ഫൈയുടെ വാല്യൂവിനകത്ത് നമുക്ക് കോസ് ഫൈയും സൈൻ ഫൈ എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ കണ്ടുപിടിച്ച് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു നമ്പേഴ്സ് മാത്രമുള്ളൊരു വെക്ടർ നമുക്ക് കിട്ടും. ലാസ്റ്റ് ആൻസർ ഒരു നമ്പർ മാത്രമുള്ളൊരു വെക്ടറായിട്ട് കിട്ടും. അതാണ് വെക്ടർ അറ്റ് പോയിൻ്റ് P ആണ്. വെക്ടർ ഇൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടുപിടിക്കണ്ടോ. വെക്ടർ അറ്റ് പോയിൻ്റ് P, ഒരു പോയിൻ്റ് തന്നിട്ട് ആ പോയിൻ്റിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാലാണ് ബാക്കിയുള്ള ഈ വാല്യൂസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പോർഷനാണ് ഇന്നലെ ഞാൻ ചെയ്തത്. അതിൻ്റെ അകത്തുള്ള P എന്ന് പറയുന്ന വെക്ടറിന് P എന്ന് പറയുന്ന പോയിൻറ്റിനെ കാർട്ടീഷ്യനിൽ സ്ഫെറിക്കലിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇതാണ് Pനെ കാർട്ടീഷ്യനിൽ സ്ഫെറിക്കലിലോട്ട് സിലിണ്ടറിക്കലോട്ടും കൺവേർട്ട് ചെയ്തു. Tയും Sഉം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മളെ ഇവിടെയുള്ള വെക്ടറാണിത്. കാണുമ്പോൾ കുറച്ച് വലുപ്പമുണ്ടെന്നേ ഉള്ളൂ, അത് കുറേയൊക്കെ വെട്ടിപ്പോവും, അത് കുഴപ്പമില്ല. അപ്പം നിങ്ങൾ AX ഇവിടെ AX എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വെക്ടറിൻ്റെ AX എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും പോർഷനാണ് AX അല്ലേ. √(x² + y² ഡിവൈഡഡ് ബൈ √(x² + y² + z². ഇതാണ് AX. ഇനി AY എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് ആണ് സാധാരണ, അപ്പോൾ -YZ ഡിവൈഡഡ് ബൈ x² + z² + y² + z². ഇത് AZ ആണ്. ഈ സ്മോൾ AZൻ്റെ കൂടെ ഉള്ളത് ക്യാപിറ്റൽ AZ ആണ്. അപ്പോൾ AY കോമ്പണൻറ്റ് ഇവിടെ ഇല്ല. ഇതാണ് വെക്റ്റർ. നമുക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് അതും ഇത് ഇന്നലെ ചെയ്ത അതേ പോർഷൻ തന്നെയാണ്. ഞാൻ പോയിൻ്റ് Pയിലത്തെ വെക്റ്ററിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇത് പോയിൻ്റ് P നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റി. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ റോ 5 സെറ്റ്. ഇന്നലെ പറഞ്ഞത് തന്നെയാണ്, ഇന്നലത്തെ അതേ പ്രോബ്ലമാണ്. റോ = √(x² + y², phi = tan inverse y/x. ഇതൊക്കെ കണ്ടുപിടിച്ചു, സെഡും കണ്ടുപിടിച്ചു. പോയിൻറ്റിനെ എങ്ങനെ നമ്മൾ എഴുതി സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക്. ഇനി സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് സെയിം ഇക്വേഷൻ മാറ്റുന്നേ ഉള്ളൂ. ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു, വാല്യൂ കണ്ടുപിടിച്ചു. ഇനി വെക്റ്റർ. ഇവിടെ തന്നിട്ടുള്ള വെക്റ്ററാണിത്. ഈ വെക്റ്ററിൻ്റെ AX കോമ്പണൻറ്റും AZ കോമ്പണൻറ്റും നമ്മൾ ഉണ്ട്. സിലിണ്ടറിക്കലിലത്തെ നേരത്തെ ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. ട്രാൻസിഷൻ മെട്രിക്സിൽ ജസ്റ്റ് AXനും AZനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AY 0 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടുക. AX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, AZ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, AY 0. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് റോ കോളം ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോ കോളം സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് റോ കോളം തേർഡ് എലമെൻറ്റ്. ഇങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഇക്വേഷൻ കിട്ടും.
ഈ ഇക്വേഷനകത്ത് എക്സും വൈ ഒക്കെ ഉണ്ടല്ലേ, അതിനകത്ത് √(x²y²) പകരം നമുക്ക് റോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x² + y² പകരം റോ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ y = റോ സൈൻ ഫൈ. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതിനകത്തേക്ക് ചെയ്യാം. അതായത് ഈ വൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലുണ്ട്, അതുകൊണ്ടൊന്നും ചെയ്യണ്ട. ഇങ്ങനൊരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ മാത്രമുള്ളൊരു വെക്റ്റർ കിട്ടും. അതിനകത്ത് എ റോ എന്ന് പറഞ്ഞാൽ ഇതാണ്, A5 എന്ന് പറഞ്ഞാൽ ഇതാണ്, AZ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കൊരു വെക്റ്റർ ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് എഴുതാം. എ റോ ഇൻറ്റു സ്മോൾ എ റോ പ്ലസ് A5 ഇൻറ്റു സ്മോൾ A5 പ്ലസ് AZ ഇൻറ്റു സ്മോൾ AZ. ഇനി ഒരു പോയിൻ്റില്ലാത്ത കിട്ടണമെങ്കിൽ ഈ പോയിൻ്റ്, അതായത് റോ = √10, ഫൈ = 75.56, Z = 5 എന്ന് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പോയിൻ്റ് പിയിലത്തെ വെക്റ്ററിൻ്റെ വാല്യൂ കിട്ടും. ഈ സ്ഫെരിക്കലിലോട്ട് ഈ നേരത്തെ നമ്മൾ സ്ഫെരിക്കലിലോട്ടുള്ള കൺവേർഷൻ എടുക്കാതെ മെട്രിക്സ് ആണ് എടുക്കേണ്ടത്. ഇത് AY AX AY AZ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ അകത്തുള്ള എക്സും വൈയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് √(x² + y² + z²) R എന്ന് കൊടുക്കാം. √(x² + y²) സെറ്റ് ടാൻ തീറ്റ എന്ന് കൊടുക്കാം അല്ലേ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് √(x², y² ആണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ടാൻ തീറ്റ എന്ന് കിട്ടും. √(x², y² = സെറ്റ് ടാൻ തീറ്റ നമുക്ക് കിട്ടും. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് ആ സെഡിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സെഡിന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സെറ്റ് ടാൻ തീറ്റ എന്നുള്ളതിൽ സെഡിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെഡിന് പകരം R cos തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സും വൈയും ഉണ്ടെങ്കിൽ R sin തീറ്റ cos തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സും വൈയും ഉണ്ടെങ്കിൽ R sin തീറ്റ cos തീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സെഡിന് പകരം R cos തീറ്റ, വൈക്ക് പകരം R sin തീറ്റ sin ഫൈ, എക്സിന് പകരം R sin തീറ്റ cos ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഉണ്ടെങ്കിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ്റെ അകത്ത് AR ഇൻറ്റു സ്മോൾ AR പ്ലസ് A5 ഇൻറ്റു A തീറ്റ ഇൻറ്റു സ്മോൾ A തീറ്റ പ്ലസ് A5 ഇൻറ്റു സ്മോൾ A5 ആണ് വെക്റ്റർ. ഒരു പോയിന്റിൽ എങ്ങനെ എവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. ഈ പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ R θ φ ഉണ്ട്. നമ്മൾക്ക് സൈനും കോസും എല്ലാം കണ്ടുപിടിക്കണമല്ലേ. തീറ്റേൻ്റെ സൈനും കോസും കണ്ടുപിടിച്ചു. R സൈനും ഫൈയും കോസ് ഫൈയും കണ്ടുപിടിച്ചു. എല്ലാ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു പോയിന്റ് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. സ്ഫെരിക്കൽ കോർഡിനേറ്റ്സിൽ അറ്റ് പോയിന്റ് പിയിൽ ഈ വെക്റ്റർ, അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ പ്രോബ്ലത്തിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. ഇത് ടെക്സ്റ്റിൽ സോൾവ് പ്രോബ്ലം അല്ല, ഇത്രയും ബാക്കി നിങ്ങൾ സോൾവ് ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? ഇനി ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? അറ്റ് പോയിന്റ് ടിയിലെല്ലാ വെക്റ്റേഴ്സും കണ്ടുപിടിക്കണം. വെക്റ്റർ ഓൾറെഡി ആയി, ട്രാൻസ്ഫോം ചെയ്തു. ഇനി ഇത് പിയിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിങ്ങൾ ടിയിൽ കണ്ടുപിടിക്കണം. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ടി എന്ന് പറയുന്ന പോയിൻ്റ് സിലിണ്ടറിക്കലിലോട്ടും സ്ഫെരിക്കലിലോട്ടും കൺവേർട്ട് ചെയ്യും. എസ് എന്ന് പറയുന്ന പോയിൻ്റ് സിലിണ്ടറിക്കലിലോട്ടും സ്ഫെരിക്കലിലോട്ടും കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് ആ പോയിൻ്റ് ഈ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ഈ വെക്റ്ററിലെ ആ വെക്റ്ററിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടി എന്ന് പറയുന്ന പോയിൻറ്റിലത്തെ വെക്റ്ററിൻ്റെ വാല്യൂ കിട്ടും. എസ് എന്ന് പറയുന്ന പോയിൻറ്റിലത്തെ വെക്റ്ററിൻ്റെ വാല്യൂ കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം.
കൺവേർഷൻ ഓഫ് പോയിൻറ്റ്സ്. ഇന്നലെ പറഞ്ഞ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. ഓക്കെ. അപ്പോൾ അടുത്ത പ്രോബ്ലം നിങ്ങൾ ഒന്ന് സ്വയം ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നിട്ടുള്ളത് സ്ഫെറിക്കലിലുള്ളൊരു വെക്ടറാണ്, സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലുള്ളൊരു വെക്ടറാണ്. കാർട്ടീഷ്യൻ എക്സ്പ്രസ് ദ വെക്ടർ ഇൻ Cartesian and cylindrical coordinates. Find B at -3, 4, 0 and B at 5, pi/2, -2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ വെക്ടറിനെ എന്താക്കണം, കാർട്ടീഷ്യനിലോട്ടും സിലിണ്ടറിക്കലിലോട്ടും മാറ്റണം. കാർട്ടീഷ്യനിലോട്ട് മാറ്റണമെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സ് വെച്ച് കാർട്ടീഷ്യനിലെ വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സിലിണ്ടറിക്കലിലേക്ക് മാറ്റാൻ നിങ്ങൾക്കറിയാം അല്ലേ. അതിനൊരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ട്. ആദ്യം ഇതിനെ കാർട്ടീഷ്യനിലോട്ട് മാറ്റുക. കാർട്ടീഷ്യനിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ സിലിണ്ടറിക്കലിലേക്ക് ഈ കാർട്ടീഷ്യൻ്റെ അകത്ത് മാറ്റാൻ പറ്റും. ഇതൊന്നുമില്ല, ആ വെക്ടറിന്, ആ ലാസ്റ്റ് കിട്ടുന്ന വെക്ടറിന് കാർട്ടീഷ്യനിലെ വെക്ടറിന് ഈ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സിലിണ്ടറിക്കലിലെ വെക്ടറിന് ഈ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സ്മോൾ പ്രോബ്ലമാണ്. നിങ്ങൾ ആ മെട്രിക്സ്, ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് പഠിച്ചാൽ മാത്രം മതി. ഇതിൻ്റെ AR എന്താണ്? 10/R ആണ്. നേരത്തെ പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല, ഇത് കുറച്ച് എളുപ്പമാണ്. R cos θ ആണ് Aθ. A5 എന്ന് പറയുന്നത് 1 ആണ്. എല്ലാവരും ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അന്നത്തെ പോലെ ഒരു പേജിൽ ചെയ്ത് എഴുതി ഈ പ്രോബ്ലം മാത്രം ഒന്ന് സ്കാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ. താങ്ക് യു.